വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വിഭവങ്ങളുടെ കുറവല്ല, മറിച്ച് അവയുടെ അസമമായ വിതരണമാണ്. ആഗോള സമ്പത്തിൻ്റെ വലിയൊരു ശതമാനം വരുന്ന സമ്പന്നരുടെ കൈകളിൽ ഒതുങ്ങുന്ന ഈ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക് എക്കണോമിക്സ് പ്രസിദ്ധമാകുന്നത്. സൂറത്ത് അസറിൽ അള്ളാഹു പറയുന്നുണ്ട്, സമ്പത്ത് ധനികൾക്കിടയിൽ മാത്രം കറങ്ങുന്ന ഒന്നാകരുത്. ഇസ്ലാമിൽ സമ്പത്ത് എന്നത് കേവലം വ്യക്തിപരമായ നേട്ടമല്ല, മറിച്ച് അത് സോഷ്യൽ ട്രസ്റ്റ് അഥവാ സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്. ലിബറൽ സാമ്പത്തിക ക്രമത്തിൽ വ്യക്തിക്ക് സമ്പത്തിന്മേൽ പരമായി അധികാരമുള്ളപ്പോൾ ഇസ്ലാമിൽ സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്. മനുഷ്യൻ അതിൻ്റെ ഒരു സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. സമ്പത്ത് ഒരിടത്ത് കിടക്കാതിരിക്കാനുള്ള റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് സംവിധാനമാണ് ഇസ്ലാമിലെ സക്കാത്ത് സമ്പ്രദായം. അതിസമ്പന്നരുടെ കൈവശമുള്ള കോടിക്കണക്കിന് രൂപ വെറുതെ അക്കൗണ്ടിൽ കെട്ടിയെടുക്കുമ്പോൾ വിപണി മന്ദഗതിയിലാകുന്നു. എന്നാൽ കെട്ടിക്കിടക്കുന്ന സമ്പത്തിന് ഇസ്ലാമിൽ 2% സക്കാത്ത് നൽകേണ്ടതുണ്ട്. ഇത് പണം പൂഴ്ത്തിവെക്കാതെ ധനികര വിപണിയിൽ നിക്ഷേപിക്കാനും അതുവഴി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ദരിദ്രരെ ഉൽപാദനക്ഷമമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മുൻ ലോക ബാങ്ക് പ്രസിഡന്റ് ജെയിംസ് വുൾഫെൻസോൺ പറഞ്ഞതുപോലെ, സക്കാത്ത് ശരിയായി വിനിയോഗിച്ചാൽ ലോകത്ത് നിന്ന് ദാരിദ്ര്യം നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കുമെന്നതാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം റിബ അഥവാ പലിശയെ ഇത്ര കാഠിനമായി എതിർക്കാൻ കാരണം? ആധുനിക പലിശ വ്യവസ്ഥയിൽ റിസ്ക് മുഴുവൻ കടം വാങ്ങുന്നവൻ്റെ തലയിലാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ കർഷക ആത്മഹത്യകൾ പരിശോധിച്ചാൽ കൃഷി നാശമുണ്ടായാലും ബാങ്കിന് പലിശ നൽകേണ്ടി വരുന്നത് കാണാം. ഇവിടെ മൂലധനം സുരക്ഷിതമാകുകയും അധ്വാനം തകരുകയും ചെയ്യുന്നു. ഇവിടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മുഷാറക്ക രീതിയിൽ ബാങ്കും സംരംഭകനും ലാഭനഷ്ടങ്ങൾ ഒരുപോലെ പങ്കിടണം. ഇത് ചൂഷണത്തിന് പകരം മാനുഷികമായ ഒരു സാമ്പത്തിക ക്രമം ഉറപ്പാക്കുന്നു. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ പണം ഒരു ചരക്കായി കാണപ്പെടുമ്പോൾ ഇസ്ലാമിൽ പണം മൂല്യം അളക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. 2008 ലോകം കണ്ട വലിയ സാമ്പത്തിക തകർച്ചയുടെ പ്രധാന കാരണം പണമില്ലാത്തവർക്ക് പലിശയ്ക്ക് ലോൺ നൽകുകയും ആ കടപത്രങ്ങൾ വീണ്ടും മറിച്ചു വിൽക്കുകയും ചെയ്ത കച്ചവടങ്ങളായിരുന്നു. എന്നാൽ ഇസ്ലാം ഇത്തരം കച്ചവടങ്ങൾ പൂർണ്ണമായും നിരോധിക്കുന്നുണ്ട്. എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഒരു യഥാർത്ഥ ആസ്തിയുമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് ഇസ്ലാം പറയുന്നു. ചുരുക്കത്തിൽ ഇസ്ലാമിലെ സാമ്പത്തിക നീതിശാസ്ത്രം കേവലം ഒരു മതപരമായ നിയമങ്ങളല്ല, മറിച്ച് ചൂഷണരഹിതമായ ഒരു ആഗോള ക്രമത്തിനുള്ള പ്രായോഗിക പരിഹാരങ്ങളാണ്. പലിശയിലൂടെ മനുഷ്യനെ കടകയിലാക്കുന്നതിന് പകരം പങ്കാളിത്തത്തിലൂടെ വളരാനും സക്കാത്തിലൂടെ പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കാവുന്ന സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് മോഡലാണ് ഇസ്ലാം ലോകത്തിന് മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക്സ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.